നമ്മൾ അഡീഷനിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? വേർഡ് പ്രോബ്ലംസ് പഠിച്ചു, പ്രോബ്ലംസ് ഉണ്ടാക്കാൻ പഠിച്ചു ഇല്ലേ? അതേപോലെ അഡീഷൻ മാത്രമല്ല, നമുക്ക് അടുത്ത സബ്ട്രാക്ഷനും കൂടി പഠിക്കണ്ടേ? വേണോ? സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ? എനിക്ക് ഇഷ്ടമല്ല സബ്ട്രാക്ഷൻ പഠിക്കാൻ. ബോറിംഗ് അല്ലേ? ബോറിംഗ് അല്ല, ഇഷ്ടമല്ല. എന്തോ ആർക്കും സബ്ട്രാക്ഷൻ ഇഷ്ടമല്ല. അതുപോലെ തന്നെ വേറെന്താ, സബ്ട്രാക്ഷൻ പോലെ തന്നെ ഡിവിഷനും ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സബ്ട്രാക്ഷനും ഡിവിഷനും ആർക്കും ഇഷ്ടമുണ്ടാവില്ല. Am I correct? Yes. Normally അങ്ങനെയായിരിക്കും. Most of us don't like division and subtraction. എന്തുകൊണ്ട്? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് സബ്ട്രാക്ഷനും ഡിവിഷനും അല്ലെ? അഡീഷന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ റിവേഴ്സ് പ്രോസസ് ആണ് എന്ത്? ഡിവിഷൻ. അപ്പൊ അഡീഷൻ പഠിക്കുമ്പോ അതിന്റെ കൂടെ സബ്ട്രാക്ഷനും പഠിക്കണം, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ഡിവിഷനും പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കും കൂടി ഇതിനകത്ത്. ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സബ്ട്രാക്ഷൻ അറിയുന്നതല്ലേ? പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ? തേർഡിലും സെക്കൻഡിലും, ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും ഒക്കെ പഠിച്ചതാണ് സബ്ട്രാക്ഷൻ. ഫിഫ്തിലാവുമ്പോ കുറച്ചും കൂടി വലിയ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്നേ ഉള്ളൂ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ സബ്ട്രാക്ഷനകത്ത് കുറച്ച് വേർഡ്സ് ഉണ്ട്. മൈനുവൻഡ്, സബ്ട്രഹാൻഡ്, ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അറിയോ എന്താന്നറിയോ? മൈനുവൻഡ്, സബ്ട്രഹാൻഡ്, ഡിഫറൻസ്. ഇല്ല. അതുലിനറിയോ? നോ. മുഹമ്മദിനറിയോ? അറിയാം. ജോസിക്കറിയില്ലേ? കേട്ടിട്ടേ ഇല്ല ഇതൊന്നും. എഡ്വിൻ അറിയോ? മൈനുവൻഡ്, സബ്ട്രാഹാൻഡ്, ഡിഫറൻസ്. ഷഹബാസ്, ഷിസ? നോ. അപ്പൊ നിങ്ങൾ ഫോർത്തിൽ മാത്സ് സബ്ട്രാക്ഷൻ പഠിച്ചതല്ലേ? ഫോർത്ത് സ്റ്റാൻഡേർഡ് പഠിച്ചില്ലേ? അതിനകത്ത് പഠിച്ചതല്ലേ മൈനുവൻഡ് എന്താ, സബ്ട്രഹാൻഡ് എന്താ, ഡിഫറൻസ് എന്താന്നൊക്കെ. ലക്ഷ്മിപ്രിയ മേ ബി പഠിച്ചിട്ടുണ്ടാവില്ല. ഹന്നയ്ക്ക് അറിയില്ലേ? അറിയോ? എഡ്വിൻ അറിയോ? കേട്ടിട്ടുണ്ടോ ഫോർത്തില്? കേട്ടിട്ടുണ്ടോ? അപ്പോ നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ കുറയ്ക്കുന്നതിനെയാണ്, മൈനസ് ചെയ്യുന്നതിനെയാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? നോർമലി നമ്മൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറാണ് മൈനസ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ ആ വലിയ നമ്പറിന് എന്ത് പറയും? മൈനുവൻഡ് എന്ന് പറയും. MINUEND, മൈനുവൻഡ്. അതർവൈസ് നമ്മൾ ഏത് നമ്പറിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യുന്നത്, from which number we subtracted, that number is called minuend.
ഏത് നമ്പറിൽ നിന്നാണോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്, that is biggest number, that is called minuend. Then what is subtrahend? എന്താ നയനക്ക് എന്താ പറയാനുള്ളത്? രണ്ടു മൂന്ന് ക്ലാസ്സില് ഞാൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് മനസ്സിലായില്ല. എത്ര പാഠം എത്തിയെന്നൊന്നും മനസ്സിലായില്ല. ഒന്നും എടുത്തില്ല, അഡീഷൻ കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ സബ്ട്രാക്ഷൻ തുടങ്ങിയതാ. പേജ് നമ്പർ 87. ഓക്കെ. അപ്പോ മൈനുവെന്റ് എന്ന് പറഞ്ഞാല് എന്താ, ഏത് നമ്പറിൽ നിന്നാണോ നമ്മൾ മൈനസ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്തത്, ദാറ്റ് നമ്പർ ഈസ് കോൾഡ് മൈനുവെന്റ്. Then what is subtrahend? ഏത് നമ്പർ ആണോ നമ്മൾ മൈനസ് ചെയ്യുന്നത്, that is smaller number. നമ്മൾ വലിയ നമ്പറിൽ നിന്ന് വേറെ നമ്പർ മൈനസ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നേ, സബ്ട്രാക്ട് ചെയ്യുന്നില്ലേ? ആ സബ്ട്രാക്ട് ചെയ്യുന്ന നമ്പർ, that is called subtrahend. ഓക്കെ. അപ്പൊ രണ്ട് നമ്പേഴ്സില് നമ്മൾ ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പറിനെ മൈനുവെന്റ് എന്നും രണ്ടാമത്തെ നമ്പറിനെ സബ്ട്രഹെൻഡ് എന്നും പറയും. Then the final answer we got, after subtracting we get an answer. That answer is called, the result is called difference. Okay, നമ്മൾ അഡീഷനില് ആഡ് ചെയ്ത് കിട്ടുന്നതിനെ സം എന്നല്ലേ പറയുന്നത്, SUM സം എന്നല്ലേ പറയുന്നത് അല്ലേ? Like that, here the answer, the result after subtraction is called difference. Difference means വ്യത്യാസം. രണ്ട് നമ്പേഴ്സിന്റെ വ്യത്യാസത്തിനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. വ്യത്യാസം കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്പർ from which the number is subtracted, another number is subtracted, is called minuend. The number which is subtracted is called subtrahend, and the final result after subtraction is called difference. മൂന്ന് ടേംസ് മനസ്സിലായോ? മനസ്സിലായോ? അതിലൊരു എക്സാമ്പിൾ കൊടുത്തതില് നോക്കിയാൽ നിങ്ങൾക്ക് ഈ മൂന്ന് വേർഡിന്റെയും കറക്റ്റ് മീനിങ് മനസ്സിലാവും. പേജ് നമ്പർ 87 സബ്ട്രാക്ഷൻ എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെ ഒരു എക്സാമ്പിൾ 1, സബ്ട്രാക്ട് 3,34,873 from 9,83,964. അതിനകത്ത് കണ്ടോ, നമ്മൾ 9 lakh വലിയ നമ്പറിന് ചെറിയ നമ്പറല്ലേ മൈനസ് ചെയ്യുന്നേ. That biggest number is called minuend and smaller number is called subtrahend, and the result is difference. The result is difference. നിങ്ങൾക്ക് ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാൻ അറിയോ? ബോറോ ചെയ്ത് കടം വാങ്ങിയിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ അറിയോ? അറിയില്ലേ? അറിയില്ല എന്ന് പറയണ്ട, 4th പഠിക്കുന്നതാ. ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരി ഓവർ ചെയ്യും അല്ലേ? ഒരു പ്ലേസിൽ നമുക്ക് എക്സ്ട്രാ വരുന്നതിനെ നെക്സ്റ്റ് പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അതേപോലെ സബ്ട്രാക്ഷനില് we always subtract smaller number from bigger number. അതിൽ ഓരോ ഡിജിറ്റ് എടുത്ത് നോക്കിയാലും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറാണ് മൈനസ് ചെയ്യുന്ന ആണോ? ടോട്ടൽ നമ്പർ എടുത്ത് നോക്കിയാൽ വലിയതിന്ന് നമ്മൾ ചെറുത് മൈനസ് ചെയ്യും. അതിലെ ഡിജിറ്റ്സ് നോക്കുമ്പോൾ ചിലപ്പോ ചെറുതിൽ നിന്ന് വലുത് മൈനസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് ടെൻസോ ഹൺഡ്രഡ്സോ ഒക്കെ നമ്മൾ ബോറോ ചെയ്യും. ബോറോ ചെയ്യാന്ന് വെച്ചാല് കടം വാങ്ങും. ബോറോ ചെയ്തതിന് ശേഷം മൈനസ് ചെയ്യും. ആ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് മൈനസ് ചെയ്തു.
4 minus 3. The difference is 1. Then 6 minus 7. Tens in place 6 in 7 minus 7. That is not possible. So we take 110. Sorry, 100 from the hundreds place. 100 in the place 100 borrow chedu. ഒരു 100 എന്ന് വെച്ചാൽ എത്ര 10 ആ? ഒരു 100 എന്ന് വെച്ചാൽ 10 tens make 100. അപ്പൊ ഈ 10ന്റെ പ്ലേസിലേക്ക് ഒരു 100 നമ്മൾ ബോറോ ചെയ്യുന്നു എന്ന് വെച്ചാൽ 10 tens എടുക്കുന്നു എന്നാ മീനിങ്. അപ്പൊ ഇവിടെയുള്ള 6 tensഉം നമ്മൾ ബോറോ ചെയ്ത 10 tensഉം കൂടി ടോട്ടൽ 16 tens ആയി. ഈ എക്സാമ്പിൾ 16 tensൽ നിന്ന് നമ്മൾ 7 tens മൈനസ് ചെയ്തു. ഡിഫറൻസ് നമ്മൾ എത്ര എഴുതി? 16 minus 7 9 എഴുതി. Then after borrowing in hundreds place there remains 8. ഒരു 100 900 ലായിരുന്നു ഒരു 100 നമ്മൾ 10ന്റെ പ്ലേസിലേക്ക് കൊടുത്തു. ബാക്കി അവിടെ 8 hundreds ഉണ്ട്. ആ 8 hundreds ന്ന് സബ്ട്രാഹൻഡിലെ 8 hundreds മൈനസ് ചെയ്തു. ഡിഫറൻസിൽ 0 വന്നു. മനസ്സിലാവുന്നില്ലേ? ടെക്സ്റ്റിൽ തന്നെ നോക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 8 minus 8 0 വന്നു. ഇനി നമുക്ക് 1000ന്റെ പ്ലേസിൽ 3 minus 4 ആ വരുന്നത്. 3ൽ നിന്ന് 4 മൈനസ് ചെയ്യണം. We cannot subtract 4 from 3. 3000 നിന്ന് 4000 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ വി ബോറോ 1000 ഫ്രം 10,000's പ്ലേസ്. 10,000ന്റെ പ്ലേസിൽ നിന്ന് ഒരു 1000 നമ്മള് 1000ന്റെ പ്ലേസിലേക്ക് ബോറോ ചെയ്തു. ഒരു 10,000 ബോറോ ചെയ്യുന്നു എന്ന് വെച്ചാൽ 10,000s ബോറോ ചെയ്യുന്നല്ലേ? 10,000s കൂടിയാലല്ലേ ഒരു 10,000 ആവുന്നേ. അപ്പൊ നമ്മൾ ഒരു 10,000 ബോറോ ചെയ്യുന്നു എന്ന് വെച്ചാല് 10,000s ബോറോ ചെയ്യുന്നു. അപ്പൊ തൗസൻഡ്സിന്റെ പ്ലേസിൽ ബോറോ ചെയ്ത 10,000സും അവിടെയുള്ള 3,000സും കൂടി 13,000s ആയി. ആ 13,000s നിന്ന് 4,000s മൈനസ് ചെയ്തു. ഡിഫറൻസിൽ 9 എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ 10,000ന്റെ പ്ലേസിൽ ഒരു 10,000 നമ്മള് കടം കൊടുത്തിട്ടുണ്ട് അല്ലെ? ബാക്കി അവിടെ 7 10,000 ഉണ്ട്. ആ 7 10,000 നിന്ന് സബ്ട്രാഹൻഡില് 3 10,000 മൈനസ് ചെയ്തു. ഡിഫറൻസിൽ 4 എഴുതി. ഓക്കെ, ദെൻ ലാസ്റ്റ് ലാഖിന്റെ പ്ലേസില് 9 lakhൽ നിന്ന് 3 lakh മൈനസ് ചെയ്യണം. അവിടെ ഒന്നും നമുക്ക് ബോറോ ചെയ്യാനില്ല. 9ന് 3 ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റും. ഡിഫറൻസിൽ 6 എഴുതി. At last we get the answer 6,49,091. That is the difference between 9,83,964 and 3,34,873 is 6,49,091. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ? അറിയുന്നതല്ലേ ഇങ്ങനെ ചെയ്യാൻ? ഇതേപോലെ തന്നെയാണ് എന്ത്, ഇതിപ്പോ ലാഖിന്റെ പ്ലേസ് വരെ വരുന്നുള്ളൂ. ഇനി 10 lakh വന്നാലും ക്രോറ് വന്നാലും 10 crore വന്നാലും ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് കിട്ടിയ ഡിഫറൻസ്, നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നേ? മൈനസ് ചെയ്യുമ്പോൾ ഷുവർ ആയിട്ടും തെറ്റിപ്പോവും. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ ബോറോ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? എങ്ങനെ ചെക്ക് ചെയ്യും? ഹന്നയ്ക്ക് അറിയോ? പറഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നതെന്ന്. ഡിഫറൻസ് സബ്ട്രാഹൻഡ് പ്ലസ് ചെയ്യുമ്പോ ഡിഫറൻസിനോട് സബ്ട്രാഹൻഡ് പ്ലസ് ചെയ്താല് നമുക്ക് മിനിമം കിട്ടും. അപ്പം കറക്റ്റ് ആൻസർ.
മിനിമം കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ആണ്. യെസ്, കറക്റ്റ്. ഡിഫറൻസും സബ്ട്രാഹൻഡും ആഡ് ചെയ്യുമ്പോൾ മൈനൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഈസ് കറക്റ്റ്. നേരെ തിരിച്ച് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിഫറൻസും സബ്ട്രാഹൻഡും കൂടി ആഡ് ചെയ്യുമ്പോൾ മൈനൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് കറക്റ്റ് ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ വരുന്നേ? We already said subtraction is the reverse process, opposite process of addition. Additionന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സബ്ട്രാക്ഷനിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, എന്താ മുഹമ്മദ്? മിസ് പറഞ്ഞ ഒന്നും കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം, നമുക്ക് ലേശം മനസ്സിലായില്ല. ചുരുക്കി പറഞ്ഞുതരുമോ? എന്താ ചുരുക്കി പറഞ്ഞുതരാൻ? മിസ് പറഞ്ഞല്ലേ. ഇതിപ്പോ ഞാൻ എങ്ങനെയാ ചുരുക്കി പറയണ്ടേ? ഈ സബ്ട്രാക്ട് ചെയ്ത് മൊത്തമായിട്ട് ഞാൻ എങ്ങനെ ചുരുക്കി പറയും? ചുരുക്കി പറയാം. 9,83,964 minus 3,34,873 is equal to 6,49,091. ഇതാണ് ഏറ്റവും ചുരുക്കം. ഇതാണ് അതിന് മുമ്പ് പറഞ്ഞിട്ട് എന്തോ ബോറോ ചെയ്യുന്നതോ? അത് ഇത് ചെയ്യുന്ന പ്രോസസ് അല്ലേ, സ്റ്റെപ്സ് അല്ലേ പറഞ്ഞേ? അതെങ്ങനെയാ ചുരുക്കി പറയുന്നേ? അതിന് താഴെ ആ ടെക്സ്റ്റില് എക്സാമ്പിളിന് തൊട്ട് താഴെ സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്ന കണ്ടോ? അത് തന്നെയാണ് ഞാനിപ്പോ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു തന്നെ. മനസ്സിലായോ? ഓക്കെ. ഒന്നുമില്ല, നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാൻ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്, ബോറോ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാനും പഠിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇവിടെ പറഞ്ഞേ ഉള്ളൂ. ഇനി അടുത്ത പേജ് ഒന്ന് എടുത്തേ, പേജ് നമ്പർ 88. പേജ് നമ്പർ 88. അതിനകത്ത് കുറേ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം സബ്ട്രാക്ട് ചെയ്യാനുള്ളത് ചെയ്യണോ? ചെയ്തു തരണോ? വേണ്ടല്ലോ. സബ്ട്രാക്ട് ചെയ്യാനുള്ളത് അറിയില്ലേ? അതിലാ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും, എയും ബിയും, അത് നിങ്ങള് പഠിക്കുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നോട്ടിനകത്ത് ചെയ്ത് വെച്ചാൽ മതി. ഹോംവർക്ക് ആയിട്ടൊന്നും ചെയ്യണ്ട, നിങ്ങൾ പഠിക്കുമ്പോൾ അത് ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഫൈൻഡ് ദ ഡിഫറൻസ് when the minimum is 1,85,34,952 and subtrahend is 83,48,935. സബ്ട്രാൻഡും തന്നിട്ടുണ്ട്, മൈനൻഡും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിഫറൻസ് കണ്ടുപിടിക്കാലോ. Yes. Then when the minimum is 30,10,020 and subtrahend is 29,84,13,629. 0 വരുമ്പോൾ മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. 0ൽ നിന്ന് ഒരു ഡിജിറ്റ് മൈനസ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ അവിടെ 10 വരും. 10 മൈനസ് ചെയ്താൽ മതി. കുഴപ്പമില്ലല്ലോ. ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ റിവേഴ്സ് ഓപ്പോസിറ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മൈനർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ നമുക്ക് ആൻസർ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. Then third question, find the difference between 70 crore 10
sorry, 70 lakh 10,201 and 1 lakh 34,956. Find the difference between the two numbers എന്ന് പറഞ്ഞാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസും വരുന്നത്. അത് ലാസ്റ്റ് ഫിഫ്ത്ത് വൺ നോക്കിയേ. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 crore and 25 lakh. 1 crore-ന്റെയും 25 lakh-ന്റെയും ഡിഫറൻസ് അത് എഴുതി കണ്ടുപിടിക്കാതെ തന്നെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? The difference between 1 crore and 25 lakh. Clue തരാം. Difference between 100 and 25 is 75. Difference between 1000 and 250 is 750. Difference between 10,000 and 2,500 is 7,500. Difference between 1 lakh and 25,000 is 75,000. Difference between 10 lakh and 2,50,000 is 7 lakh, 7,50,000. Then difference between 1 crore and 25 lakh is എത്രയാ? എത്രയാ? ആർക്കൊക്കെയോ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ എത്തി ആൻസർ. ആഗ്മേക്കറിയോ എത്രയാ? ചെറിയൊരു വ്യത്യാസമുണ്ട്. അടുത്തെത്തിയിട്ടുണ്ട് ആൻസർ. എത്രയാ മുഹമ്മദ്? 75 lakh. Yes, 75 lakh. അതെങ്ങനെയാ വരുന്നേ? 100-ന്റെയും 25-ന്റെയും ഡിഫറൻസ് 75. അതേപോലെ തന്നെയാണ് അതിന്റെ കൂടെ രണ്ടിന്റെയും കൂടെ ഓരോ സീറോസ് രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്താല് അതിനനുസരിച്ച് നമ്പർ മാറിക്കൊണ്ടിരിക്കും. 100-ന്റെയും 25-ന്റെയും ഡിഫറൻസ് 75. 1000-ന്റെയും 250-ന്റെയും ഡിഫറൻസ് 750. ഇതുപോലെ മാത്സിൽ കുറെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. വെയിറ്റ്, ഇപ്പൊ പറഞ്ഞു തന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ആരാ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നേ? $100 minus 25 is equal to 75. 75. Then 1000 minus 250 is equal to 750. 10,000 minus 2,500 is equal to 7,500. Then 1 lakh minus 25,000 is equal to 75,000. 10 lakh minus 2 lakh 50,000 is equal to 7 lakh 50,000. Then 1 crore minus
25 lakh is equal to 75 lakh. ഇത്രേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. അപ്പൊ 1 crore-ന്റെയും 25 lakh-ന്റെയും ഡിഫറൻസ് 75 lakh. ഇതൊരു പാറ്റേൺ പോലെ തോന്നില്ലേ കാണുമ്പോ? ഇല്ലേ? സബ്ട്രാൻഡിന്റെയും മൈനോയിന്റിന്റെയും സീറോസ് ആഡ് ചെയ്താണ് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോ ഈ എക്സസൈസ് 2.4-ലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ ആയിട്ട് മിസ്സിന് അയച്ചതൊന്നും വേണ്ട, അത് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇനി പേജ് നമ്പർ 89-ല് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് ദ കറക്റ്റ് ഡിജിറ്റ്സ് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. ബ്ലാങ്ക് സ്പേസിലുള്ള കറക്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്ക്. ആ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് ഹോംവർക്ക് ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ടെക്സ്റ്റ് തന്നെ ചെയ്തിട്ട് അയച്ചു തന്നാൽ മതി. പേജ് നമ്പർ 89-ല് ഡി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി കറക്റ്റ് ഡിജിറ്റ് ഇൻ ദി ബ്ലാങ്ക് സ്പേസസ്. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ബാക്കിയുള്ള നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. എന്താ ഹന്നയ്ക്ക് പറയാനുള്ള? എങ്ങനെ വേണമെങ്കിലും അയച്ചോ, പേഴ്സണൽ ആയിട്ട് അയച്ചോ, എന്നാ നോക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം. അതൊക്കെ ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി. ടെക്സ്റ്റിൽ എഴുതാൻ സ്പേസ് ഉള്ളതൊക്കെ ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നോട്ടിൽ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നോട്ടിൽ എഴുതാൻ പറഞ്ഞത് മിസ്സിന് അയച്ചു തരുന്നില്ലെങ്കിലും നോട്ടിൽ എല്ലാവരും എഴുതി വെക്കണം. എപ്പോ ചെക്ക് ചെയ്താലും നോട്ടെല്ലാം ഫുള്ളായിരിക്കണേ കേട്ടോ. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മിസ് നോട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്സിന്റെ മാത്രമല്ല എല്ലാ നോട്ടും കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ, ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, ബൈ. ബൈ മിസ്. ബൈ.